Toy School is my school, and my grandson Vaibhav is studying here in NP. ഇന്ന് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 115 നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോവുകയാണ്. 115 August ഈസ് അവർ ഇൻഡിപെൻഡൻസ് ഡേ. നിങ്ങൾക്കറിയുന്നത് പോലെ ലോകം മുഴുവൻ നല്ലതുപോലെ ഉറങ്ങിക്കിടന്ന ഒരു പാതിര നേരത്ത് സായിപ്പന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സ്വാതന്ത്ര്യം നേടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്വതന്ത്രരായി. വി ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. വെള്ളക്കാരെന്ന് പറഞ്ഞാൽ സായിപ്പന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെളുത്ത തൊലിയുള്ളവർ മാത്രമായിരുന്നില്ല, അവർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, വെരി വെരി സ്ട്രോങ്. അവർ എത്രയോ നൂറ്റാണ്ടുകൾ, ഒരുപാട് 100 years, ഒരുപാട് ഇന്ത്യ വാസ് ടോട്ടലി കൺട്രോൾഡ് ബൈ ദീസ് ബ്രിട്ടീഷേഴ്സ്. അപ്പോൾ അവർ നമ്മളെ ആദ്യം അവർ കണക്കെഴുതാൻ വന്നവരുണ്ട്, കണക്കപ്പിള്ളമാരായിരുന്നു അവർ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മളെ ഭരിക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായപ്പോൾ അവർ കൈ തോക്കെടുത്തപ്പോൾ നമ്മൾ പേടിച്ച് കുറച്ച് പോയി. അപ്പം നമ്മൾ അങ്ങനെ പല ആളുകളും വളരെ ബുദ്ധിമുട്ടിയാണ്. നമുക്ക് എന്ത് പാടാം, പറയാം, നടക്കാം, ഓടാം, വി ക്യാൻ വാക്ക്, സ്പീക്ക്, ലോഫ്, എനിത്തിങ് വി ക്യാൻ ഡു. അതെല്ലാം നമുക്ക് നേടിത്തന്നത് ഈ ഫ്രീഡമാണ്, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായത് തന്നെ അന്നായിരുന്നു. അപ്പോൾ ലോകം ഉറങ്ങിക്കിടന്നപ്പോൾ വെൻ ദ വേൾഡ് സ്ലീപ് വി എൻറ്റേർഡ് ടു ഫ്രീഡം എന്നാണ് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്? നമ്മൾ ഒരുപാട് അടിവെച്ചു സായിപ്പന്മാരോട്. നമ്മളിങ്ങനെ പല ആളുകളും രക്തം ചൊരിഞ്ഞും വെടിവെച്ചും ആക്രമിച്ചും ഒക്കെ നടക്കുന്ന സമയത്താണ് ഒരു അപ്പൂപ്പൻ നമ്മളെ തേടി വന്നു. ആ അപ്പൂപ്പൻ നോക്കിയപ്പോൾ വലിയൊരു ലോകശക്തി, ഒരു പവർ, വേൾഡ് പവറിനോടാണ് നേരിടേണ്ടതെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ആയുധം കയ്യിലെടുത്തു. ഒന്ന് സത്യം പറയുക, ഒന്ന് ആക്രമിക്കാതിരിക്കുക. ഒരു വയലൻസും ഇല്ലാതെ, നോ വയലൻസ്. അപ്പോൾ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് എന്ന് പറഞ്ഞ 2 weapons യൂസ് ടു ഫൈറ്റ് എഗൻസ്റ്റ് ദിസ് വൈറ്റ് പീപ്പിൾ. അപ്പോൾ ഇവരോടായിരുന്നു ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഞാൻ പറയുന്ന ആരെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാം? സാക്ഷാൽ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. നമുക്കറിയാം, വി ആർ ലിവിങ് ഇൻ എ ഡിജിറ്റൽ ഇറ, വി ഹാവ് ടു മെനി ഫെസിലിറ്റീസ്. അത് ഒരുപാട് നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ എന്ത് നോളജ് നിങ്ങൾക്ക് കിട്ടും, അതൊക്കെ സത്യമാണ്. പക്ഷേ ഈ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഈ ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രാധാന്യം, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരും. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു 200 കൊല്ലം, ഒരു 200 years കഴിഞ്ഞാൽ ഈ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ഇങ്ങനെ ഒരാൾ നടന്നിരുന്നു, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കാര്യം ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തന്നത്. ഗാന്ധിജി ആരായിരുന്നു നിങ്ങൾക്കറിയാം. ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് പോർബന്ദർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു സാധാരണ ബാലനായിരുന്നു അദ്ദേഹം. ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കും. സ്കൂളിൽ പഠിച്ചപ്പോൾ നിങ്ങളുടെ തന്നെ കൂട്ടുകാരെ ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും. അദ്ദേഹം അധ്യാപകരും ഒന്നും കാണാതെ അദ്ദേഹം പുകവലിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തൊരു സാധാരണ ബാലനായിരുന്നു ഗാന്ധി. അങ്ങനെ വലിയ പ്രായമൊക്കെ ആയപ്പോൾ അങ്ങനെ ബ്രിട്ടനിലേക്ക് പോയി. അവിടെ പോയിട്ട് അങ്ങനെ നിയമമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ബാരിസ്റ്റർ ബിരുദമൊക്കെ വാങ്ങിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ട് അദ്ദേഹം പിന്നെ ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഒരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴായിരിക്കും യു വിൽ ബി ടോട്ടലി ചേഞ്ച്. അദ്ദേഹം ഒരു ട്രെയിനിൽ, നിങ്ങൾക്കറിയാം, ഈ ആഫ്രിക്ക എന്ന് പറയുന്ന ഈ ഭൂഖണ്ഡത്തിൽ അന്ന് ഈ വെള്ളക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കൂടിയ ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ വെള്ളക്കാർ നോക്കിയപ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നു. അയാൾ ഇറങ്ങി പോകാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഗാന്ധിജി തർക്കിച്ചു. ഗാന്ധിജി പറഞ്ഞു, എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ട്, ഞാനെന്തിനാ ഇറങ്ങി പോകുന്നതെന്ന് ചോദിച്ചു. മാത്രമല്ല അദ്ദേഹം നിയമം പഠിച്ചവനാണ്, നിയമം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകാൻ തയ്യാറായില്ല. അപ്പോൾ ഇവർ ചവിട്ടിയെടുത്ത് അങ്ങനെ വെളിയിൽ വന്നു ട്രെയിനിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം
യഥാർത്ഥത്തിൽ കോട്ടുമൊക്കെ ഇട്ട് ഗാന്ധിജി ഈ അവിടുത്തെ ഒരു ആളൊഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ചു, ഈ വെള്ളക്കാരനോട് നമ്മൾ തോക്കെടുത്ത് വെടിവെച്ച് യുദ്ധം ചെയ്യണോ, അതോ അക്രമരഹിതമായ മാർഗം, അതായത് നമ്മുടെ ശരീരം തന്നെ ശോഷിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യം തന്നെ ചോർത്തിക്കളയുന്ന സത്യാഗ്രഹം പോലെയുള്ള സമരപരിപാടി വേണോ എന്ന് അദ്ദേഹം അവിടെ നിന്ന് ആലോചിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. അതായത് മനുഷ്യനെ കാണാത്ത ഒരു സിസ്റ്റത്തോട് മത്സരിക്കാനും യുദ്ധം ചെയ്യാനും അദ്ദേഹം റെഡിയായി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം അന്ന് ചെയ്തിരുന്നു. നമ്മളിന്ന് പറയും നമുക്ക് സസ്യാഹാരം കഴിക്കണം, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെന്ന് പറയും. അപ്പോൾ ഇത് അന്നേ അദ്ദേഹം അത് കഴിച്ചിരുന്നു. അപ്പോൾ അതല്ല, അദ്ദേഹം പല ആളുകളെ കണ്ടപ്പോൾ പല ആൾക്കാർക്കും ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല, പട്ടിണിയാണ്. അപ്പോൾ ഈ വെൻ പീപ്പിൾ ആർ സ്റ്റാർവിങ് അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹം ഒരൊറ്റ മുണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു മുണ്ട്, ചെറിയൊരു ധോത്തി കൊടുത്തായിരുന്നു അദ്ദേഹം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചത്. മാത്രമല്ല അദ്ദേഹം നന്നായിട്ട്, നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിൽ എക്സർസൈസ് ചെയ്തില്ലേ, നമ്മുടെ പേരൻസൊക്കെ എക്സർസൈസ് ചെയ്തില്ലേ, അതുപോലെ നല്ലതുപോലെ എക്സർസൈസ് ചെയ്യുന്ന ബോഡിയായിരുന്നു അദ്ദേഹം ഒരിക്കലും ഒരു യാത്രയിൽ, ദണ്ഡി യാത്ര എന്ന ചരിത്രം അറിയപ്പെടുന്ന യാത്രയിൽ അദ്ദേഹം 385 കിലോമീറ്റർ ഇങ്ങനെ നടന്നു പോയ ഒരാളാണ്. അദ്ദേഹം അത്ര വളരെ ഫാസ്റ്റായിട്ട് വേഗത്തിൽ നടന്നു പോകാൻ പറ്റുന്ന ഒരാളായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി എപ്പോഴും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജിയുടെ ഒരു ആത്മകഥയെക്കൊണ്ട് നിങ്ങൾ വലിയ കുട്ടികളാകുമ്പോൾ നിങ്ങൾ വായിക്കണം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന പുസ്തകം എല്ലാവരും വായിക്കണം. കാര്യം ഗാന്ധിജി ഓരോ കാലം കഴിയുന്നുള്ളൂ. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഓരോ 10 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ കറക്റ്റായിട്ട് വരും. അതായത് ഗ്രാമങ്ങളിലൂടെ ആയിരുന്നു അദ്ദേഹം എപ്പോഴും സഞ്ചരിക്കുന്നത്. സാധാരണ മനുഷ്യൻ്റെ ദുഃഖമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ബ്രിട്ടനിൽ പോയപ്പോൾ അദ്ദേഹം ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പോയത്. അവരെല്ലാവരും നല്ല കോട്ടും സൂട്ടും കൈയൊക്കെ കെട്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒറ്റമുട്ട് മാത്രം കൊടുത്തുകൊണ്ട് ഒരു ഹാഫ് നേക്കഡ് ഫക്കീർ എന്ന് ബ്രിട്ടീഷുകാരെ കൊണ്ട് പറയിച്ച ഈ ഒരു കൃഷകാത്രനായ ഒരു സാധാരണ ഈ വൃദ്ധൻ ഈ കോൺഫറൻസിൽ കയറി തിരിച്ചു വന്നപ്പോൾ ഈ അവിടെയുള്ള ഇംഗ്ലീഷ് പത്രപ്രവർത്തകർ, ഈ മീഡിയ ജേർണലിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നി. അയാൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയും വലിയൊരു വട്ടമേശ സമ്മേളനം ഒരു യോഗത്തിൽ വന്നിട്ട് നിങ്ങൾ ഈ ചെറിയ വസ്ത്രമണിഞ്ഞാണോ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു, 4-5 പേർക്ക് ധരിക്കാനുള്ള വസ്ത്രം ആ രാജാവ് കിങ് ജോർജ് എന്ന് പറയുന്ന ജോർജ് 5 ധരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാണ് കൂടുതൽ വസ്ത്രം അണിയുന്നത്? അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം തന്നെ വസ്ത്രമണിയാൻ മാർഗമില്ലാത്തവരുണ്ട്, പട്ടിണിക്കാരുണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ ഓർക്കുമ്പോൾ എനിക്കിങ്ങനെ ഡ്രസ്സൊന്നും ചേഞ്ച് നടക്കാൻ തോന്നുന്നില്ല. മാത്രമല്ല, അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ആളുകൾ പറയുന്നൊരു ഒരു വാദഗതിയുണ്ട്. അതായത് ചെറിയ സൗകര്യങ്ങളിൽ നമ്മൾ ജീവിച്ചു പോകണം എന്ന് പറയുന്നൊരു വാദഗതിയുണ്ട്. അത് ആദ്യം ലോകത്ത് നടപ്പിലാക്കിയത് ഗാന്ധിജിയായിരുന്നു. അതായത് എത്ര സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ ചെറിയ സൗകര്യങ്ങളിൽ ജീവിക്കണം. ചെറിയ സൗകര്യങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെപ്പോലെ ഒരു സൗകര്യമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. അപ്പോൾ അവർക്ക് കൂടി പകരണം. അതായത് ഗാന്ധിജി എന്നും വിശ്വസിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കഴിയാനുള്ളത് എല്ലാം ഈ ലോകത്തുണ്ട്, മിനിമം സൗകര്യം. പക്ഷേ നമുക്ക് ആർത്തി പണ്ടാരമായ, നമ്മൾ ആർത്തിയാണെങ്കിൽ, എല്ലാ ആക്രാന്തത്തോടെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കൊന്നിനും തികയത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ പരിമിതമായ കാര്യങ്ങളാണ്. അപ്പോൾ പരിമിതമായ കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ട. ഈ മെയ്ഡ് എ വെരി വെരി സ്ട്രോങ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ്. അത് മാത്രമല്ല, ഹി ക്രിയേറ്റഡ് എ സിറ്റുവേഷൻ through which the Britishers has no other choice to except to leave this country. അപ്പോൾ ഈ രാജ്യം ഏതാണ്ട് ഒരു 1940-കളിലൊക്കെ എത്തുമ്പോഴത്തേനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഏതാണ്ട് അതിൻ്റെ ഒരു പീക്കിലെത്തുന്ന സമയമാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് തന്നെ ഇവിടെ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യ വിട്ടു പോയാൽ മതി ഡിസൈഡ്. അങ്ങനെ അവസാനം ഗാന്ധിജി നടത്തിയ സമരം വിജയിച്ചു. ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുമ്പോൾ നമ്മൾ ഈ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ ഫ്രീഡത്തിനും ഒരു മനുഷ്യൻ കാരണക്കാരനാണ്. നമുക്ക് ക്ലാസ്സിൽ പോകാം, പഠിക്കാം, ഓടി നടക്കാം, ചിരിക്കാം, കളിക്കാം, എല്ലാം ചെയ്യുന്നതിന് ആ മനുഷ്യനോടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന, നമ്മൾ പിന്നെ മഹാത്മജി എന്ന് വിളിച്ച ആ മനുഷ്യനാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം. എന്നാൽ നമ്മൾ അവസാനം അദ്ദേഹത്തിനിട്ട് ചെയ്തത് എന്താണ്? അത് 1948 ജനുവരി 30. ഞാൻ 10 ദിവസം കൂടെ പിന്നോട്ട് നിങ്ങളോട് പറയാം. ജനുവരി 20-ാം തീയതി 2 പേർ, മുംബൈക്കാരായ ബോംബെ സ്വദേശികളായ 2 പേർ, നാരായൺ ആപ്തെ ആൻഡ് നാഥുറാം ഗോഡ്സെ, ഈ 2 വ്യക്തികൾ ഗാന്ധിജിയെ കൊല്ലാൻ തീരുമാനിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ അവർ
ഒരു ഹിന്ദു വിശ്വാസികളായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഗാന്ധിജിയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ അദ്ദേഹം ഓരോ തീരുമാനമെടുത്താൽ അത് ഹിന്ദുക്കൾക്കെതിരായിരിക്കും എന്ന് ഈ കക്ഷികൾ വിശ്വസിച്ചു. ഇവർ പത്രപ്രവർത്തകരൊക്കെ ആയിരുന്നു, മീഡിയക്കാരായിരുന്നു. ഇവർ ഡൽഹിയിൽ ഇറങ്ങി. ഇപ്പോൾ ബിർള മന്ദിരത്തിൽ ഗാന്ധിജി പാകിസ്ഥാന് നമ്മളൊരു 55 കോടി രൂപ കൊടുക്കുകയുണ്ടായിരുന്നു. ആ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ ഒരു മരണം വരെ ഉപവാസം തുടങ്ങിയ സമയമായിരുന്നു അത്. അപ്പോൾ അവർ ജനുവരി 20-ാം തീയതി ബിർള മന്ദിരം എന്ന് പറയുന്ന ഗാന്ധി വെടിയേറ്റ് മരിച്ച ആ സ്ഥലത്തേക്ക് ചെന്നു. എന്നിട്ട് ഇവരിങ്ങനെ എല്ലാ ടെസ്റ്റൊക്കെ നടത്തി. മാത്രമല്ല ഈ തോക്ക് പിടിക്കാനൊന്നും അറിയാത്ത 2 പേരായിരുന്നു. അവർ പരിശീലനമൊക്കെ തുടങ്ങി. നാഥുറാം ഗോഡ്സെ എന്ന പേര് നാണം കുടുങ്ങിയായ ആരോടും സംസാരിക്കാത്ത ഒരു ഞഞ്ഞാ പയ്യൻസായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ശരിക്കും വെടിവെക്കാനൊന്നും അറിയില്ല. ഇയാൾ ഡൽഹിയിൽ തന്നെ തോക്കൊക്കെ എടുത്ത് വെടിവെച്ച് പരിശീലിച്ച് ഇയാൾ അവസാനം ജനുവരി 20-ന് ഗാന്ധിജിയെ കൊല്ലാനായിട്ട് ഈ ബിർള മന്ദിരത്തിൽ ചെന്നു. എന്നിങ്ങനെ ഗാന്ധിജി പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തോട്ട് ഇയാൾ കടന്നു ചെല്ലുമ്പോൾ ഒരു കണ്ണിന് അസുഖമുള്ള, നമ്മൾ കോങ്കണ്ണൻ എന്നൊക്കെ വിളിക്കുന്ന ഒരുവൻ അതിൻ്റെ ഒരു 2ാമത്തെ നിലയിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇവരെ ആയിരുന്നില്ല നോക്കുന്നത്, പക്ഷേ ഇവർ തെറ്റിദ്ധരിച്ചു ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ അന്ന് വെടിവെച്ചില്ല. അന്ന് അവർ മടങ്ങിപ്പോയി. ഈ മനുഷ്യന്റെ കണ്ണിന് കുഴപ്പമുള്ളത് കൊണ്ടും അയാൾക്ക് കോങ്കണ്ണുള്ളത് കൊണ്ടും ഗാന്ധിജിയുടെ ജീവിതം 10 ദിവസം കൊണ്ട് നീണ്ടുപോയി. കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ അന്ന് അവർ വെടിവെച്ചേനെ ഗാന്ധിജി. ജനുവരി 30 വന്നു. ഇവർ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ട്, എങ്ങനെ വെടിവെച്ച് കൊല്ലണം, അപ്പോൾ ഒരാളെ എത്ര ദൂരത്തിൽ നിന്ന് വെടിവെക്കണം എന്നൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് ജനുവരി 30-ന് ഏതാണ്ട് ഒരു വൈകുന്നേരം 5:10 ആയപ്പോൾ ഈ ബിർള മന്ദിരത്തിൽ ഗാന്ധിജിയുടെ പ്രാർത്ഥനയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളോടൊപ്പം ഗാന്ധിജി നടന്നു വരുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് ചെന്ന് ഗാന്ധിജിയെ നമസ്കരിച്ചിട്ട് ഈ 3 തവണ ഈ നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ആള് ഗാന്ധിജി വെടിവെച്ചു. ഗാന്ധിജി തൽക്ഷണം മരിച്ചു. അങ്ങനെ ഹേ റാം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഈ ഗാന്ധിജി അവർ വെടിവെച്ച് കൊന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെ ഒരുപാട് കോടതിയും കേസും ഒക്കെ ആയി വന്നു. ഇവർ 2 പേരെയും തൂക്കിലേക്ക് കൊന്നു, ഇവരെ വധിച്ചു. അപ്പൊ പക്ഷേ ഗാന്ധിജി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ലോകം അറിയുന്നത് ഗാന്ധിജിയെ പോലെ വിശുദ്ധനായ ഒരു മനുഷ്യൻ, യേശു ക്രിസ്തു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വിശുദ്ധനായ ഒരാളാണ് ഗാന്ധിജി. അപ്പം ഗാന്ധിജിയെ കൊന്നതുകൊണ്ട് അല്ലെങ്കിൽ ഗാന്ധിജി മരിച്ചു വീണതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ എല്ലാ തത്വസംഹിതയും നിങ്ങൾ കള്ളം പറയരുത്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സംഭവം അതായിരുന്നു. നിങ്ങൾക്ക് സത്യം പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ടീച്ചറെ ഒരു കാര്യം ചോദിക്കുക, ഇന്നെന്താ കാര്യങ്ങൾ നിങ്ങൾ എഴുതാതെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. ഞാൻ എന്താണ് വൈ ഐ കുഡ്ന്റ് റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ പേരൻസ് ചോദിക്കുക, ഒരു കാര്യം ചോദിക്കും, യു ഷുഡ് ടെൽ ഓൺലി ദ ട്രൂത്ത്, സത്യമേ പറയാവൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ച് വളർന്ന ഒരു തലമുറയാകുന്നെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഗോസ് ടു അവർ ഗ്രേറ്റ് മഹാത്മാഗാന്ധി. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ലോകത്തുണ്ട്, ഒരുപാട് ബുക്സ് ഉണ്ട്. ഗാന്ധിജി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങൾ വെച്ചാൽ പ്രകൃതിക്ക് നമ്മൾ മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കുന്നത്. നമുക്ക് കുരങ്ങും പോത്തും കാളയും പശുവും ജീവികളും പക്ഷികളും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം ഈ മണ്ണിൽ ജീവിക്കണം. അപ്പോൾ അവരോടൊക്കെ നമ്മൾ സാധാരണ ഒരു കോഴിയെ പശുവിനെ കണ്ട് നമ്മൾ എറിഞ്ഞു ഓടിക്കാനൊക്കെ നോക്കില്ല. അപ്പോൾ ഞങ്ങളതിനെ ഓടിക്കാൻ പാടില്ലെന്നാണ് ഗാന്ധിജി പറയും. അതുപോലെ ഒരു പക്കി, ഒരു കിളി എന്തെങ്കിലും നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ പറന്നു പോകുമ്പോൾ നമ്മൾ അതിനെ അടിച്ച് തറയിടാൻ ശ്രമിക്കും. പക്ഷേ ഗാന്ധി അതിനോട് വിശ്വസിച്ചിരുന്നില്ല. ഗാന്ധിജി അവരെയൊക്കെ കൂട്ടി നമ്മൾ പോകണമെന്നായിരുന്നു. അതേ കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാളുണ്ടാകുമായിരുന്നു. നമ്മളൊരാൾ മരിച്ചതിന് ശേഷം അതേ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതേ കടന്നുപോയി. പക്ഷേ അതേ കടന്നു പോയതിനു ശേഷമാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് 200 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനൊരു മനുഷ്യൻ ഈ മണ്ണിൽ നടന്നു അല്ലെങ്കിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. ലോകത്ത് തന്നെ പലയിടങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ, അമേരിക്ക പോലുള്ള രാഷ്ട്രത്തിലൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഗാന്ധിജി എത്ര റെസ്പെക്ട് ചെയ്യപ്പെടുന്നു. ഗാന്ധിജി ഏറ്റവും കൂടുതൽ പഠിക്കാത്ത ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്കാണ് ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിജിയുടെ തത്വസംഹിതയെക്കുറിച്ചും പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. ഗാന്ധിജി നമ്മുടെ വീട്ടിലെ ഒരു അപ്പൂപ്പനായിരുന്നു. നിങ്ങൾ സിംപ്ലി മനസ്സിലാക്കേണ്ടത്, ആ അപ്പൂപ്പൻ ഒരുപാട് നല്ല മനുഷ്യനായിരുന്നു. ആ അപ്പൂപ്പന് നമ്മോട് ഒരുപാട് കഥകൾ പറഞ്ഞു. മാത്രമല്ല നമ്മുടെ ഒരിക്കൽ ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോടിനടുത്തുള്ള വടകര എന്നൊരു സ്ഥലമുണ്ട്. ആ വടകരയിൽ ഈ വെച്ചിട്ട് ഒരു കൗമുദി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ കയ്യിലുള്ള സ്വർണ്ണ വളയൊക്കെ ഊരി ഗാന്ധിജി കൊടുത്തവർ. കാരണം സ്വാതന്ത്ര്യ സമരം കംപ്ലീറ്റ് കൊണ്ടുനടക്കാനും അദ്ദേഹത്തിന് ഒരുപാട് പണം സ്വരൂപിക്കാനുള്ള യാത്രക്കിടയിൽ ഈ സ്ത്രീ അവരുടെ സ്വർണ്ണവള ഊരി കൊടുത്തു. അപ്പോൾ നമുക്കിന്നൊന്നും അത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അന്ന് അതൊക്കെ സംഭവിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും സ്വാതന്ത്ര്യം വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചോണം, ഒരുപാട് ആളുകൾ
മരിക്കുകയും ഒരുപാട് ആൾക്കാർ വെടിയേൽക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ലഭിച്ച വളരെ ഒരു സ്വാതന്ത്ര്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എന്തെങ്കിലും പറയുമ്പോൾ അച്ചടക്കത്തോടെല്ലാം കേൾക്കുക, എന്തെങ്കിലും നോട്ട് എഴുതണമെന്നോ നോട്ട് എഴുതുക, അതുപോലെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് സംസാരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ആ സമയത്ത് മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുമോ അതോ ടി വി കണ്ടുകൊണ്ടിരിക്കുമോ? അപ്പോൾ അതൊക്കെ നല്ല മിടുക്കരുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ഫോളോ. കാരണം ഒരുപാട് പ്രായമുള്ളവർക്കായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ പലത് മനസ്സിലാകുക. പക്ഷേ നിങ്ങൾ ആ എന്ത് പറഞ്ഞാലും ഗാന്ധിജി എന്ന് പറയുന്നൊരു മനുഷ്യനും അദ്ദേഹം നടത്തിയ വലിയൊരു സമരവും ആ സമരത്തിൻ്റെ റിസൾട്ടായി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതും നമ്മൾ ഇത്രയും കാലം നമുക്ക് വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ വായു ശ്വസിക്കുമ്പോഴും ഒക്കെ ആലോചിക്കണം, ഇതൊക്കെ നമുക്ക് നേടിത്തന്നത് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ നേതൃത്വം നടന്ന വലിയ സമരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വളരെ വിലപ്പെട്ടൊരു സാധനമാണ് സ്വാതന്ത്ര്യം. ഫ്രീഡം എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ വളരെ കൂടുതൽ. അത് നിങ്ങൾ ഗാന്ധിജി എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, നമുക്കെപ്പോഴും അച്ചടക്കം വേണം, അതുപോലെ സമയബോധം വേണം. നമുക്ക് സമയം എന്ന് പറയുന്നത് സമയം ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ്. അതെന്ന് വെച്ചാൽ ഈ ഒരു മിനിറ്റ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ ആ മിനിറ്റ് പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ സമയം എപ്പോഴും ഇപ്പോൾ പഠിക്കാൻ ഇപ്പോൾ 8 മണിക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 മണിക്ക് തന്നെ പഠിക്കണം. കാര്യം ആ സമയം പോയാൽ പിന്നെ തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെയ്യുന്ന നല്ല കുട്ടികളായിട്ട് വരട്ടെ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളെപ്പോഴും ജയ് ഹിന്ദ്.